നമ്മൾ വിചാരിച്ചു ഈ ആന്റണി നിഷേധിക്കുന്നു. ഞാൻ അങ്ങനെയാ സത്യം പറഞ്ഞ് വിചാരിച്ചു. രാജു പറഞ്ഞ ആരോപണം ഞാൻ നിഷേധിക്കുന്നു എന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആന്റണി പറയാ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് 2 കോടി ഉറുപ്പിയെ. ആന്റണി ഇതിനേക്കാളും ഭയങ്കരമായ, പണ്ടാരോ പറഞ്ഞില്ലേ, ഈ പുറത്ത് കാണുന്നതിനേക്കാളും വലിയത് മാളത്തിലുള്ളത്. ആ മാളത്തിലുള്ള സൈസാണ് ആന്റണി കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരാളോട് 2 കോടി വാങ്ങി. നമ്മൾ വിചാരിക്കുന്നു 5, 10, 100 വാങ്ങുക, 2 കോടി ഉറുപ്പിയ. എന്തടിസ്ഥാനത്തിലാണ് വാങ്ങിയത്? NM രാജു എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്ഥാപനത്തിന്റെ നേതാവിനോട്, അയാൾ മറ്റേ കേസിൽ ചോദ്യം ചെയ്ത ആൾ തന്നെയാണ്, സ്വർണ്ണപ്പാളിയിൽ. അയാളോട് ഇയാൾ വാങ്ങിയിരിക്കുകയാണ് 2 കോടി. ഈ 2 കോടി വാങ്ങിയിട്ട് നമ്മൾ വിചാരിച്ചു ഈ ആന്റണി നിഷേധിക്കുന്നു. ഞാൻ അങ്ങനെയാ സത്യം പറഞ്ഞ് വിചാരിച്ചു. രാജു പറഞ്ഞ ആരോപണം ഞാൻ നിഷേധിക്കുന്നു എന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആന്റണി പറയാ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് 2 കോടി ഉറുപ്പിയെ. ഒരു ഇലക്ഷനിൽ ആകെ 95 ലക്ഷം ഉറുപ്പിയെ 7 അസംബ്ലി മണ്ഡലത്തിൽ കൂടി ചെലവാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അനുവാദമുള്ളൂ. 95 ലക്ഷം ഇവൻ 2 കോടിയാണ് വാങ്ങി. ഈ പണം കൊണ്ടുപോയിട്ട് എന്താ ചെയ്തേ? ഈ പണം ഇലക്ഷന്റെ വോട്ട് പിടിക്കാൻ ഉപയോഗിച്ചതല്ലേ? പണാധിപത്യത്തിന്റെ ഭാഗമല്ലേ? അതിനേക്കാളെല്ലാം ഉപരി ഈ 2 ലക്ഷം എങ്ങനെയാ കൊടുത്തേ? അക്കൗണ്ടിലാണോ? പറയണമെന്ന് പറഞ്ഞില്ലേ ഇതുവരെ? അല്ല, ചാക്കി കെട്ടി കൊടുത്താണോ? ചാക്കി കെട്ടി കൊടുത്താണെങ്കിൽ അത് പൂർണ്ണമായിട്ടും കള്ളപ്പണമാണ്. 2 ലക്ഷത്തിലധികം ഉറുപ്പിക, 20,000-ലധികം ഉറുപ്പിക നേരിട്ട് ഒരു പ്രാവശ്യം വാങ്ങാൻ പറ്റില്ല. പിന്നെ ഈ 2 കോടി വാങ്ങിയത് എങ്ങനെ? അപ്പൊ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റേ പറഞ്ഞു എനിക്ക് തന്നിട്ടില്ല. അപ്പോ ആന്റണി പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ആള് പറഞ്ഞു 20 ലക്ഷം തന്നിട്ടുള്ളൂ. 20 ലക്ഷം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 2 കോടി കിട്ടണ്ടിയാ? ഇമാതിരി പേരും കള്ളന്മാരും. എത്ര കോടിയാ? എന്നിട്ട് ഞങ്ങളെ പറ്റി പറയാ അമ്പലം ഞങ്ങളാണ് മുടിച്ചത്. ഈ പേരും കള്ളന്മാർ എന്തെല്ലാം ചെയ്തിട്ടുള്ളതാ. എന്നിട്ട് ഞങ്ങളോടിപ്പോ ഇങ്ങോട്ട് നോക്കി, ഞങ്ങളൊരു നയാ പൈസ, ഒരു ക്ഷേത്രത്തിന്റെയും പണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ പറഞ്ഞു ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അന്നും ഇന്നും നാളെയും ഞങ്ങളുടെ നിലപാട് അതാണ്. ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അതേപോലെ ആരാണോ ഉത്തരവാദി അവരെ പിടിക്കണം.